ഏറെ നാളായിട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഗുരുവായൂർ അമ്പലത്തിൽ പോവുക എന്നുള്ളത്. അതിനൊരു കാരണമുണ്ട്. ആ ഒരു പ്രതിഷ്ഠയുടെ രൂപം എൻ്റെ മനസ്സിലില്ല. നമ്മൾ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ആ ശ്രീകോവിലിൻ്റെ ഉള്ളിലുള്ള പ്രതിഷ്ഠ എൻ്റെ മനസ്സിലൊന്ന് പ്രതിഷ്ഠിക്കണം, അതായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോഴാണ് നമ്മുടെ കൂട്ടുകാരി നീമക്കുട്ടി എന്നോട് പറഞ്ഞ് നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഡേറ്റൊക്കെ പ്ലാൻ ചെയ്തു. ഞങ്ങൾ രാവിലെ തന്നെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇൻ്റർസിറ്റിക്ക് 6:10 ഇൻ്റർസിറ്റിക്കാണ് ഗുരുവായൂർ അമ്പലത്തിലെത്താൻ ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതുപോലെ ഞാൻ വൈകുമെന്നുള്ളത് കൊണ്ട് അവൾ എൻ്റെ അടുത്ത് തലേ ദിവസമേ പറഞ്ഞു, എടി ട്രെയിനിന് തന്നെ കയറണം, ഞാൻ സാരിയൊക്കെ കൊടുത്താൽ മോളെ വന്നേന്ന്. ഓക്കെ ഡൺ എന്ന് പറഞ്ഞിട്ട് ഞാൻ രാവിലെ തന്നെ അവിടെ എത്തി. ഞാൻ ടിക്കറ്റ് എടുക്കാൻ നോക്കിയിട്ട് എനിക്ക് ടിക്കറ്റ് കൗണ്ടർ എവിടെയാണെന്ന് പെട്ടെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, നീ എടപ്പള്ളി എന്നല്ലേ, നീ ടിക്കറ്റ് എടുത്തോ, ഞാൻ കയറിക്കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ 6:10 പോകേണ്ട ട്രെയിനിന് ഞാൻ 6:05 തന്നെ പൂർവാധികം ശക്തിയോടെ ഞാൻ സീറ്റ് പിടിച്ച് സൈഡിൽ ഇതൊക്കെ തുറന്ന് വിൻഡോസൊക്കെ തുറന്ന് ഞാനിങ്ങനെ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്തോ തലക്കൊരു ഭാരം. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എല്ലാവരും എന്നെ അത്ഭുതത്തോടു കൂടി നോക്കുന്നുണ്ട്. നോക്കിയപ്പോഴാണ് 2 വീലറിൽ വന്ന ഹെൽമെറ്റ് ഞാൻ തലയിൽ നൂരാൻ മറന്നുപോയിരുന്നു. അപ്പോൾ 6:05 കഴിഞ്ഞ് ഓടിപ്പോയി തിരിച്ച് ഏതോ പെയ്യാൻ പാർക്കിലെ കൗണ്ടറിൽ കൊണ്ട് എൻ്റെ ഹെൽമെറ്റ് തിരിച്ചേൽപ്പിച്ചിട്ട് തിരിച്ച് വന്നു. അപ്പോൾ ശരിക്കും ഞാൻ തിരിച്ച് വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അബദ്ധം മനസ്സിലാക്കി എല്ലാവരുടെയും മുഖത്ത് ഒരു ചെറിയൊരു ചിരി ഉണ്ടായിരുന്നു.